മാന്യ പ്രേക്ഷകർക്ക് ക്രിക്കറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ മൂന്നാമത്തെ ഏകദിനം കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ 9 വിക്കറ്റിൻ്റെ ഒരു വമ്പൻ വിജയത്തിലേക്കാണ് ഇന്ത്യ നടന്നത്. 237 റൺ ലക്ഷ്യം പിന്തുടർന്ന് വന്ന ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ 69 റൺ പാർട്ണർഷിപ്പ്. പവർ പ്ലേ തന്നെ 68 റൺ വിക്കറ്റ് പോകാതെ, പിന്നെ രോഹിത് ശർമ്മയും ഗില്ലും നല്ലപോലെ കളിച്ച് 68 റൺ പാർട്ണർഷിപ്പ് പോകാതെ, പിന്നെ ഗില്ല് ഔട്ടായി, ഹേസൽവുഡിൻ്റെ ബോളിൽ ഔട്ടായി. പിന്നെ വന്ന കോഹ്ലിയുമായിട്ട് രോഹിത് ശർമ്മ 167 റണ്ണ് പാർട്ണർഷിപ്പ് പോയി. രോഹിത് ശർമ്മയുടെ 120 റണ്ണും കോഹ്ലിയുടെ 74 റണ്ണും. അങ്ങനെ ഇന്ത്യ മൂന്നാമത്തെ ഏകദിനം 9 വിക്കറ്റിൻ്റെ ജയമാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത്. പരമ്പര ഇന്ത്യയിൽ നിന്ന് കൈവിട്ടു പോയി എങ്കിൽ പോലും ഇന്ത്യ മൂന്നാമത്തെ ഏകദിനം ശക്തമായ ജയത്തിലേക്കാണ് എത്തിയത്. രോഹിത് ശർമ്മ സ്പിന്നർമാർക്കെതിരെ നല്ല സ്വീപ്പ് ഷോട്ടൊക്കെ അടിച്ച് 6 അടിച്ച് 3 സിക്സൊക്കെയാണ് അടിച്ചത്. 13 4ഉം 3 6 അടക്കം 125 ബോളിൽ നിന്ന് 126 രോഹിത് ശർമ്മ എടുത്തത്. 81 ബോളിൽ 7 4 അടക്കം 74 റണ്ണാണ് വിരാട് കോഹ്ലിയും എടുത്തത്. വിരാട് കോഹ്ലി അങ്ങനെ കുമാർ സംഗകാരയുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. റണ്ണിൽ കുമാർ സംഗകാരയ്ക്ക് മുന്നിൽ സച്ചിൻ്റെ താഴെ 2ാം സ്ഥാനത്താണ് ഇപ്പോൾ കോഹ്ലി എത്തിയിരിക്കുന്നത്. കൂടാതെ തന്നെ രോഹിത് ശർമ്മ സച്ചിൻ്റെ ഒപ്പം സെഞ്ചുറിയിൽ എത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ കോഹ്ലി 50 ചേസ് ചെയ്യുമ്പോൾ 70-50 ആയിട്ടുണ്ട്. സച്ചിൻ്റെ റെക്കോർഡ് മറികടന്ന് 70-50 ഇപ്പോൾ കോഹ്ലിക്കുണ്ട്. ഓസ്ട്രേലിയയായിട്ട് ഈ വരാൻ പോണ ബുധനാഴ്ച 29-ാം തീയതി നടക്കാതിരിക്കുന്നത് T20 ആണ്. 1:45 സമയം. അപ്പോൾ ഇനി അതാണ് അടുത്തുള്ളത്. അപ്പോൾ ഇന്ത്യ ജയിക്കുമോ ഇല്ലയോ എന്ന് കൂടുതൽ അറിയിപ്പുകളും ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ശരി.